ബാറ്റ്മാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്. സൂപ്പർമാൻ്റെ ജട്ടി ചുമപ്പല്ലേ. കാറുണ്ട്, കിടന്നുകൊണ്ട് വെടിവെക്കുന്ന ആള്. മറാഠിയുടെ നമ്പേഴ്സൊക്കെ കണ്ടോ? അതാ 66 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 88 എന്നാണ്. 8 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 എന്നാണ്. കണ്ടോ വണ്ടിയുടെ 5004 നമ്പർ എഴുതിയിരിക്കുന്ന നോക്ക്. 5 എങ്ങനെ എഴുതിയിരിക്കുന്ന നോക്ക്. നമ്മുടെ ഈ ഉണ്ടല്ലോ, അത് കണക്ക് ഫുൾ കൺഫ്യൂഷനാണ് ഇവിടെ. 8 എന്ന് എഴുതിയിട്ട് അത് 4 ആണ്. നമ്മൾ ദഹി വട കഴിക്കാൻ പോവാണ്. ഇതൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ദഹി ഓക്കെ, തൈരും ഉള്ള വടയാണ്. एक ले लो यार ब्रो, एक और दियो ना. ദഹി വട, തൈര് വട, നൈസ് സാധനം കേട്ടോ. തൈരൊക്കെ ഇട്ടിട്ട് ഈ സാധനം എന്താ നോക്കാം. ഇതിനകത്തുള്ള വടയെന്ന് പറയുന്ന സാധനം എന്താ നോക്കാം. തൈരും മസാലയൊക്കെ ഇട്ടിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ്നെസ്. അടിപൊളി. എരിയും പുളിയും മധുരവും ഫ്രഷ്നെസ്സും തണുപ്പും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ സവേരി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മറ്റേ ദഹി വട നമ്മൾ കഴിച്ചില്ലേ, അതിന് 60 റുപ്പീസാണ് ഒരെണ്ണം. നേരത്തെ കഴിച്ചത് നല്ല കിടിലം ടേസ്റ്റായിരുന്നു. ഫ്രഷായി, ഫുൾ എനർജി കിട്ടി. നടക്കാം. ഇവിടേക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം, എന്തൊക്കെയാണെന്ന് അറിയാം, ഇവിടുത്തെ കാര്യങ്ങളും കാണാം. സ്റ്റേ വിത്ത് മീ, ഓക്കേ. ഈ പയ്യനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇവൻ എൻ്റെ റൂമിലുള്ളതാണ്. ഈ സ്ഥലത്തൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷാർജയിലൊക്കെ ഇതേപോലെ സ്ഥലമുണ്ട്. ആ റോള ഏരിയയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ബർദുബായിലുണ്ട്. മീന ബസാർ ഏരിയ ഒക്കെ ഇതേപോലെയാണ് അകത്ത്. അതെ, മുംബൈയുടെ ഇൻഫ്ലുവൻസ് നോക്ക്. ഏതൊക്കെ രാജ്യങ്ങളിൽ വരെ എത്തി, ദുബായിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതേപോലൊക്കെ തന്നെയാണ്, സെയിം. ഞാൻ പറഞ്ഞുതരാം, എക്സാക്ട്ലി ഞാൻ പറഞ്ഞുതരാം. ഊദ് മെഹത്ത അൽ ഫഹീദിയുടെയൊക്കെ, അൽ ഫഹീദിയിൽ ഇടയ്ക്കോട്ടുള്ള വഴികളൊക്കെ ഇത് കണക്കാണ്. അൽ ഫഹീദിയിൽ പോയിട്ടുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് മുംബാദേവി അമ്പലം. ഈ ദേവിയുടെ അമ്പലത്തിൻ്റെ പേരിലാണ് മുംബൈ എന്നുള്ള പേര് വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നടന്ന് ടോയ്സ് മാർക്കറ്റിൻ്റെ അവിടെ എത്തി. കണ്ടാ, ഫുൾ ടോയ്സ് ആണ്. 100 രൂപ വെച്ച് തുടങ്ങും. കിത്തനൊക്കെ ബ്രോ? हाँ, ट्रांसफॉर्मर्स नीचे पीछे बटन दिया। क्या प्राइस है? नीचे बटन दिया, ऑन करो। 380 रुपये भाई साहब। प्राइस मिलेगा ऑन करेगा तो? कितना बोलो? 380 റുപ്പീസാണ്. സംഭവം കാറാവും റോബോട്ടാവും. ട്രാൻസ്ഫോമേഴ്സിൻ്റെ സാധനം. 380 റുപ്പീസ്. ഇത്രയും ഗിയറുള്ള കാർ കണ്ടിട്ടുണ്ടോ? ഇത്രയും ഗിയറും ലൈറ്റും ഉള്ള കാറ്. ഫുൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള വണ്ടികളെല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ, വീട്ടിലെ പയ്യന്മാർക്കൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൈസായിരിക്കും. ചെറിയ റൂബിക്സ് ക്യൂബ്. ഇതൊക്കെ സാധനങ്ങളാണ്. സ്പോർട്സ് കാർ. എൻ്റെ ചേച്ചിയുടെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പം അവന് പെട്ടിയാട്ടോടെ കളിപ്പാട്ടം വേണമെന്ന്. പെട്ടിയാട്ടം. ഞാൻ ആ ഗൾഫ് മൊത്തവും തിരക്കി, പെട്ടിയാട്ടോടെ കളിപ്പാട്ടം കിട്ടിയില്ല. ബോംബെയിലുണ്ടോ നോക്കട്ടെ. പെട്ടിയാട്ടം ഉണ്ടോ നോക്കാം. इसका ये ऑटो का जो कार्गो ऑटो है, कार्गो वाला नहीं है. പെട്ടിയാട്ടോ ഇല്ല കേട്ടോ. ഓട്ടോറിക്ഷയെങ്കിലും കിട്ടി. എനിക്ക് ഗൾഫിൽ ഓട്ടോറിക്ഷയുടെ പോലും കിട്ടിയില്ലായിരുന്നു.
ये मेटल है, लाइट म्यूजिक है. മെറ്റലാണിത്. നൈസ്. ഇതേതാ ഫോർക്ക് ലിഫ്റ്റ്. ചിലപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ചൈനീസ് വിപണിയിൽ പെട്ടിയാട്ടം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിൻ്റെ കളിപ്പാട്ടം ഇറങ്ങാത്തത്. ഇതൊക്കെ നൈസ് സാധനം. ഇത് കിത്തനൊക്കെ 180 റുപ്പീസ് എന്നാണ് പറയുന്നത്. കാറാവും റോബോട്ടാവും. വെറൈറ്റി ടോയ്സ് അല്ലേ? നമ്മുടെ കുട്ടിപ്രായത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കമാരോ, ഷെവർലെ കമാരോ, ലാംബോർഗിനി ഹെലികോപ്റ്റർ, ക്രെയിനുണ്ട്. ഇത് വെച്ച് ഫുൾ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ക്രെയിനുണ്ട്, ഇങ്ങനത്തെ സാധനമുണ്ട്. വേറെ ടൈപ്പ് ക്രെയിൻ, ട്രാക്ടർ, ലോറി ഫുൾ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ലോകം തന്നെ സെറ്റ് ചെയ്യാം. അബ്ദുറഹ്മാൻ സ്ട്രീറ്റ്, ജാവേരി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിൾ സെർച്ച് അടിച്ചാൽ കിട്ടുന്ന സ്ഥലങ്ങളേ ഉള്ളത്. ഓ അടിപൊളിയേ എൻ്റെ പോനെ. ഇത് ഹോളിക്ക് വേണ്ടിയുള്ള വെള്ളം നിറച്ചടിക്കുന്നതാണ്. കിട്ടുന്ന 300 രൂപയുടെ സാധനമാണ്. इंडियन आइटम है. इंडियन आइटम ആണ്. ऐसा है, ये रफ एंड टफ यूज़ करो, ख़राब नहीं होगा. मेन बात वो है. दूसरा ये 250, इसमें भी 300 है. कब है होली? कब है होली? 27 को. ഓക്കെ, ഹോളിയുടെ ഇതാണ്. നമുക്കിതൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം. ഹോളിക്ക് അടിച്ച് പറത്തണം എല്ലാവരെയും. होली कब है? ഹോളിയുടെ കണ്ണാടി എന്ന് വെച്ചാൽ ഇതിൽ इधर से पानी निकलेगा. ഓ ഇതിലെ വെള്ളം വരും. हाँ, ये इधर से ऐसा दबाने का. നിൽക്കുമ്പോഴത്തേക്ക് നൈസ്. इधर बेल्ट लगाने का, इधर ऐसे. ये अच्छा है किसी को. हाँ ऐसे सरप्राइज. बच्चे लोगों के लिए ठीक है. मस्त मजा आएगा. പോ പെട്രോൾ എന്ന് പറഞ്ഞ കാർട്ടൂണുണ്ട്. അതിൻ്റെ ഐറ്റം കൊള്ളാല്ലേ. 260 റുപ്പീസ്. സ്പൈഡർമാൻ ഉണ്ട്. ഇത് അവഞ്ചേഴ്സ് ആണോ? അയൺമാൻ, ആംഗ്രി ബേർഡ്. 27-ാം തീയതിയാണ് ഹോളി. ഹോളിക്ക് വേണ്ടി ഇത് അടിച്ച് പറത്താൻ വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഹോളിയുടെ നമുക്ക് സെറ്റ് ചെയ്യണം വീഡിയോ. റോഡിലൊക്കെ എല്ലാവരെയും പറത്തണം. നമുക്ക് കളറൊക്കെ അടിച്ച് കുളമാക്കണം. നോക്കാം, നമുക്ക് സെറ്റ് ചെയ്യാം. ഇതെന്താ ഇത്? തെർമോക്കോളിൻ്റെ ക്രിക്കറ്റ് ബാറ്റ്, തെർമോക്കോളിൻ്റെ ബോൾ. ഇത് കൊള്ളാം. വീട്ടിനകത്ത് ക്രിക്കറ്റ് കളിക്കാൻ നല്ലതാണല്ലോ ഇത്. ഡോക്ടർ സെറ്റ് പിള്ളേരുടെ. ബോക്സിംഗ് സെറ്റ് പിള്ളേരുടെ. ട്രക്ക്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളും കിട്ടും. മണ്ണൊക്കെ കോരാനുള്ള സാധനങ്ങളും കിട്ടും. ഇത് ഓടിക്കാനും പറ്റും. നൈസ്. ഗാർഡനിങ് സെറ്റ് പിള്ളേരുടെ. ബീച്ചിലൊക്കെ പോയി മണ്ണ് വാരി കളിക്കാൻ പറ്റിയ സാധനം. അമ്പും വില്ലും. ഓക്കെ. ബൈക്കൊക്കെ കണ്ടോ? CBR ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് ഇത് ഹാംലീസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ടല്ലോ എറണാകുളത്ത്, ലുലു മോളിൽ. അവിടെ ഇത് ഭയങ്കര വിലയായിരുന്നു. ഇവിടുത്തെ വില എന്താണെന്ന് ചോദിക്കാം. चाचा ये तकरीबन कितना है? तकरीबन 18,000 രൂപയാണ് കേട്ടോ. ഓക്കെ. ഹാംലീസിൽ അതിൽ കൂടുതലായിരുന്നു തോന്നുന്നു. നല്ല സ്ട്രോങ് ആയിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. സ്മൂത്തായിട്ട് ഇങ്ങനെ കുട്ടികളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തള്ളി പോവും. ആനിമൽസിൻ്റെ സെറ്റെല്ലാം ഉണ്ട്. എല്ലാം വിലക്കുറവാണ്. ഹോൾസെയിൽ സംഭവമാണ്. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ വില ചോദിക്കാൻ പറ്റത്തില്ല ബോംബെയിൽ. അതാണ് പ്രശ്നം. അവരെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ കലിപ്പുണ്ടാക്കും. വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോകും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടുത്തെ ഷോപ്പിംഗ് ഫുള്ള്. പൈസ വില ചോദിച്ചാൽ എടുക്കണം, എടുത്തില്ലെങ്കിൽ അവർക്ക് വിഷമമായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതെന്താ ഇത്? ഓ, ബബിൾസ് വിടുന്ന സാധനം. നമുക്ക് ഇതിൽ സോപ്പ് വെള്ളമാണ്. അടിപൊളിയാട്ടോ. 220 രൂപ. हाँ बड़ा बबल्स आएगा. ഓ, ട്രക്കിൻ്റെ സെറ്റ്. ഇതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ. ഞാനിത് ഇപ്പോഴാണ് ഡെവലപ്പ് ആയത് കേട്ടോ. ഈ ടോയ് മാർക്കറ്റ് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരണം. ഫുൾ ഫ്ലീറ്റ് തന്നെ ഇറക്കി തരണം ട്രക്കിൻ്റെ. ഇതൊക്കെ റിയലായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. മണ്ണിലൊക്കെ കൊണ്ട് മണ്ണ് വാരി കളിക്കാം. ഇതിൻ്റെ തടിയുടെ കുതിര ഉണ്ടായിരുന്നു പണ്ട്. അത് ഇപ്പം പ്ലാസ്റ്റിക് ആയെന്നൊക്കെ പറയാണ് ഇവിടുത്തെ ചേട്ടന്മാർ.
അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള വെറൈറ്റി കളിപ്പാട്ടങ്ങൾ അവരുടെ കുട്ടിക്കാലത്തൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ അവരും പൊളിച്ചേനെന്നാണ് പറയുന്നത്. സെയിം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പറയുന്നത്. ഇത് കൊള്ളാം കേട്ടോ, ഇത് അടിപൊളി. എൻ്റെ പൊന്ന്, ഇതൊക്കെ കടപ്പുറത്തൊക്കെ കൊണ്ടുപോയി മണ്ണ് വാരി കളിക്കാം. റേസിംഗ് കാറുണ്ടോ? ഇതെൻ്റെ ചേച്ചിയുടെ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാർസിൻ്റെ ലൈറ്റ്നിങ് മെക്വീൻ എന്നാണ് ഇതിന് പറയുന്നത്. റസ്റ്റീസ് ഫുൾ ടോയ്സിൻ്റെ ഷോപ്സാണ് എല്ലായിടത്തും. അബ്ദുറഹ്മാൻ സ്ട്രീറ്റ്, മുംബൈ സെർച്ച് ചെയ്താൽ മതി. ഈ ബാറ്റ് ഉണ്ടോ? ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റാണ്, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക് പോലത്തെ സാധനമല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഒരുവിധപ്പെട്ട പ്ലാസ്റ്റിക് ബോളൊക്കെ വെച്ച് കളിക്കാം. വേറെ ടൈപ്പ് ബാറ്റുണ്ട് ഞാൻ കണ്ടത്, ഫൈബറിൻ്റെ ബാറ്റ്. അടിപൊളി സാധനമാണ്, ഒറ്റ പീസാണ്, വെയിറ്റും ഉണ്ട്. ഇവിടെ ഇല്ലത്. ഹെൽമെറ്റ് സെറ്റൊക്കെ ഉണ്ടാവും കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകാൻ വേണ്ടി, കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. ഡോക്ടർ കിറ്റ്, ലെഗോ ബ്ലോക്സ്, ഡോൾ ടോയ്സ്, ഗിറ്റാർ, ബാറ്റ്മാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്. സൂപ്പർമാൻ്റെ ജട്ടി ചുമപ്പല്ലേ. കാറുണ്ട്, കിടന്നുകൊണ്ട് വെടിവെക്കുന്ന ആൾ, ബെൻറ്റൻ്റെ കളിപ്പാട്ടം, 3D ലൈറ്റൊക്കെ കത്തും. വലിയ ട്രക്കൊക്കെ ഉണ്ട്, ട്രെയിലർ ട്രക്ക്, ജീപ്പുണ്ട്. ക്യൂട്ട് ടോയ്സ് നോക്ക്. കാർസിൻ്റെ, വീണ്ടും കാർസിൻ്റെ, ട്രാൻസ്ഫോമേഴ്സിൻ്റെ ആണിത്. ഓപ്പൺ കറ. എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ പിള്ളേർക്കൊക്കെ. സ്റ്റാർട്ടിംഗ് പ്രൈസ് 300 ഇതെല്ലാം, അത് 1400. അഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ, 48 സാരംഗ് സ്ട്രീറ്റ് നിയർ ക്രോഫോർഡ് മാർക്കറ്റ്. നമ്മൾ ഈ റോഡിൻ്റെ അപ്പുറത്തെ റോഡിലായിരുന്നു നേരത്തെ കണ്ട ഷോപ്സൊക്കെ. നമ്മുടെ കൊല്ലത്തൊക്കെയുള്ള ചാമക്കട പോലത്തെ സ്ഥലം, എറണാകുളത്തെ ബ്രോഡ്വേ പോലത്തെ സ്ഥലം, അതാണ് ഈ ഏരിയ ഫുള്ള്. അപ്പോൾ നമ്മൾ ഒരിടവഴി കൂടെ നടക്കുവാണ്. ആ ടോയ് സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ഇടവഴി കൂടെ ജസ്റ്റ് അങ്ങ് കയറി. ഒന്നും അറിയത്തില്ല എന്താണ്, ലിഫ്റ്റാണ്. സോ ഉപ്പ് പെട്ടി പോലത്തെ സാധനങ്ങൾ, ഫുള്ള് ബാത്റൂം ഫിറ്റിങ്സ് ആണ്. ഓരോ ഇടവഴിക്കുള്ളിലും മാജിക്കാണ് ബോംബെയിലെ. നമുക്ക് എന്താ കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതെ, കുറച്ച് മെയിൻ റോഡിൽ കൂടെ നടന്ന് ബോറടിക്കുമ്പോൾ ഇടവഴി കയറി നടക്കാം, ഇടവഴി കയറി ബോറടിക്കുമ്പോൾ മെയിൻ റോഡിൽ കയറി നടക്കാം. ഇത് ഭയങ്കര സെയിലായി വണ്ടി ഇവിടെ കേട്ടോ, സുസുക്കി ബർഗ്മാൻ. ഒത്തിരി പേർ റൈലുണ്ട് ഇങ്ങനത്തെ വണ്ടി പോപ്പുലറാണ്. മറ്റേ അപ്രീലിയയുടെ SXR 160, അതും ഇവിടെ പോപ്പുലറാണ്. വേണ്ട, സുസുക്കി ബർഗ്മാൻ. ഇത്രയും ബർഗ്മാൻസ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. നാട്ടിൽ ഫുൾ ആക്സസ് 125 ഒക്കെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നത്. നമുക്കിനി ഇങ്ങോട്ട് പോകാം, കാരണം ഇവിടെ ഭയങ്കര വെട്ടവും ഭയങ്കര തിളക്കവും ആൾക്കാരും തിരക്കുമൊക്കെ ഉണ്ട്. ഇതിലേക്കൂടെ നടക്കാം. രസമുണ്ട് ഇതിൽ നടക്കാനായിട്ട്. എൻ്റെ പൊന്നി, എന്തോ അവിടെ തുണികൾ തിളങ്ങി പൊളിക്കുന്ന തുണികൾ. ഓക്കെ, ഇപ്പം മനസ്സിലായി, ക്ലിക്കായി. ഈ സ്ഥലത്തെ പ്രൊഡക്ട്സ് എല്ലാം ഇസ്ലാമിക് രീതിയിലത്തെ സാധനങ്ങളാണ്. നോക്ക്, ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാർ നോക്ക്, സാധനങ്ങളുടെ കാര്യങ്ങൾ നോക്ക്. പക്ഷെ എല്ലാം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗ്ലിറ്ററിങ് ഒക്കെ ഉള്ള. ബ്ലാക്കിൽ ഗ്ലിറ്ററിങ് വരുന്നതൊക്കെ കാണുന്ന ഡ്രസ്സാണ്. വില എന്താണ്? 650, 750. ഇതിനൊക്കെ 750 ഉള്ളു കേട്ടോ. അകത്തൊക്കെ നോക്കൂ, എന്തൊക്കെയാണ് തിളങ്ങുന്നത് നോക്കൂ. 4200, 3700, 4500.
3900, 2300, 4700, 3800, 3700, 3500, 3700, 3900, 4900, 3200, ഈ 2100, 2300, 3000. അടിപൊളിയാട്ടോ കളക്ഷൻ. അതാണ് ഞാൻ ഇതിനകത്തോട്ട് കയറുന്നത്. 2800, 2700, 2800, 3000 റേഞ്ചാണ് കേട്ടോ എല്ലാം. ഇത് കൊള്ളാം. ഇത് 4700, ഇത് 3200, ഇത് 3200. ഇതിനൊക്കെ എന്താ വില നാട്ടിൽ? നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി ഐറ്റംസ് അല്ലേ. കുറച്ച് നാട്ടിലൊക്കെ ഒരു 5000, 6000 റേഞ്ചിലെ സാധനങ്ങളാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫുള്ളതാട്ടോ ഇവിടെ. ഇത്രയും കളക്ഷൻ, ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട് അടുത്തടുത്ത ഷോപ്സുകളിലൊക്കെ. ഇത്രയും സാധനങ്ങൾ, റിലേറ്റഡ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ ഷോപ്സിലെ പ്രോഡക്ട്സിൻ്റെയും വില നല്ല കുറവായിരിക്കും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് അഡ്വാൻറ്റേജ്. ഇങ്ങനത്തെ മാർക്കറ്റ്സിലൊക്കെ വന്ന് മേടിക്കുമ്പോൾ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് വില കുറവിൽ കിട്ടും. കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണത്. വില കുറവ്, ഗുഡ് ക്വാളിറ്റി. കാരണം കസ്റ്റമറിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് അവിടെ പോയി മേടിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് മേടിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് മേടിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് മേടിക്കാം, ഇവിടുന്ന് മേടിക്കാം. സോ എല്ലാവരും തമ്മിൽ ഒരു മത്സരമായിരിക്കും. തമ്മിൽ മത്സരമുണ്ട്. തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും പ്രൈസിങ്ങിനൊക്കെ പറ്റി. മുഹമ്മദ് അലി റോഡിൻ്റെയൊക്കെ എത്താറായി നമ്മൾ. ഓപ്പോസിറ്റ് സൈഡാണ് മുഹമ്മദ് അലി റോഡിൻ്റെ. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഉണ്ട്, ഇടവഴിയിലോട്ടൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നോക്ക്, നേരത്തെ ഇട്ടേക്ക് നോക്കൂ. ഇതൊക്കെ റിച്ച് ഐറ്റംസ് ആണ്. 6000 റുപ്പീസിൻ്റെയൊക്കെയാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? നെറ്റോ, കൊതുക് വലയല്ലേ? അല്ല, ഇപ്പോൾ ഇങ്ങനെ വടി പോലെ നിൽക്കാൻ വേണ്ടിയായിരിക്കും. ഇതിന് 6300, ഇത് 5700. നമുക്കിതിൻ്റെ ഇടയിലോട്ട് കയറിപ്പോം. നമുക്ക് ഇടവഴികളാണ് ഇഷ്ടം. ബോംബെയിലെ നല്ല തിരക്കുള്ള ചെറിയ ഇടവഴികൾ. എന്ത് സുഖമാണ് ഇതിനകത്തൂടെ നടക്കാനായിട്ട്. സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ എന്തൊക്കെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. കളറുണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ ലൈറ്റിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു ചൂടുണ്ട്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ തുണികളുടെ മണം ഉണ്ടല്ലോ, ഫ്രഷ് തുണികളുടെ മണം, അത്. പിന്നെ അത്തറിൻ്റെ മണം. ഇത്രയും ഇസ്ലാമിക് ആൾക്കാർ നടക്കുന്നതുകൊണ്ട് ഫുൾ ഓരോ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾ വരുമ്പോഴത്തേക്ക് അത്തറിൻ്റെ മണം എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. അറബിക് അത്തറാണ്. കിഡ്സ് സ്റ്റോർ ഉണ്ടോ? ഇത് 750 സാധനങ്ങളാണ്. ഇതൊക്കെ നോക്ക്, 1150. എന്തല്ലേ, 650. അടിപൊളി. 450യുടെ കളക്ഷൻ കൊള്ളാല്ലേ. 500, 450. 350യുടെ സാധനങ്ങൾ. 350, 450, 500. എൻ്റെ ഒരു ഡൗട്ട് എന്താ, എല്ലാവരും ബ്ലാക്ക് ഇട്ടുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കളർ ഡ്രസ്സൊക്കെ ഫങ്ഷൻ ഉള്ള ദിവസങ്ങളിലായിരിക്കും ഇടുന്നത്. വെഡിങ്സ് അങ്ങനത്തെ സമയത്തൊക്കെ ആയിരിക്കും ഇടുന്നത്. അറിയില്ല, ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കും. ആ ചാച്ചാ, നോ പാർക്കിംഗ്. ബൈക്ക് ഇവിടെ അലൗഡല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബൈക്കുകളൊന്നുമില്ല, നമുക്ക് കാണാനും പറ്റത്തില്ല. ഇവിടെ ഒരു ബൈക്ക് പോലും ഞാൻ കാണുന്നില്ല. ഇതൊന്നും ബൈക്കൊന്നുമല്ല. ഓരോ വളവ് അങ്ങോട്ട് തിരിയുമ്പോഴും സ്ട്രീറ്റിൻ്റെ സംഭവങ്ങൾ കൂടിക്കൂടി വരിക. പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന ഹാഫ് സാരി പോലത്തെ ഫാൻസി സാരം.
കുറെ കളേഴ്സ് ഉണ്ട്. ചേട്ടന് കണ്ണ് കാണാൻ വയ്യ, പൈസക്ക് വേണ്ടിയാണ് പാവം. എന്താ അല്ലേ, ഇതൊക്കെ മതിലാണ്. മതിലൊക്കെ ഫുള്ള് ഡിസ്പ്ലേ സെറ്റ് ചെയ്തവർ. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഷോറൂമിനകത്തല്ല നിൽക്കുന്നത്, നമ്മൾ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ ഷോറൂമിൽ നിൽക്കുന്ന എഫക്റ്റ് ഉണ്ടോ? ഇതൊക്കെ മതിൽ, ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്കിലെ മതിൽ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കടയാക്കി. ഷോറൂം പോലും തോറ്റു പോകും. ഒരു കാര്യം ആലോചിക്കണം, ഇവർ ഇതൊക്കെ രാത്രിയിൽ ഇതെല്ലാം ഇവിടുന്ന് ഡിസ്പ്ലേയിൽ നിന്ന് ഫുള്ള് എടുത്ത് കൊണ്ടുപോകണം, എന്നിട്ട് പിന്നെ കൊണ്ടിടണം അടുത്ത ദിവസം. എന്ത് പണിയാണ് അല്ലേ? വിയർപ്പിൻ്റെ അധ്വാനമാണ്. അധ്വാനത്തിൻ്റെ ബലം നേടുന്നവരാണ് ബോംബെക്കാർ, ബോംബെയിലുള്ള ഓരോ വ്യക്തികളും. എന്തായാലും ഇത്രയും നടന്നില്ലേ, കുറച്ച് മാംഗോ കുടിക്കാം. ഏക്കേ ആപ്പിൾ മാംഗോ സ്ട്രോബെറി കുടിക്കും. മാംഗോ തന്നെ കുടിക്കണം, എന്നാലൊരു രസമുള്ളൂ. മുംബൈയിലെ അറബി നാട്ടിലൂടെ മലയാളിയായ ഞാനും മറാഠിയായ രവി, അവൻ്റെ പേര് രവി എന്നാണ്. ചുമ്മാ അതവൻ റൂമിൽ കിടന്നു. ഞാനിന്ന് റൂമിൽ ഉറങ്ങിയിട്ട് കണ്ണുറങ്ങ് നോക്കിയപ്പോഴത്തേക്ക് ഇവനെ കണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, മൊബൈലിൽ കളിച്ചിട്ട് ചുമ്മാ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നോ, എന്തായാലും ഇവൻ മറാഠിയൊക്കെ സംസാരിക്കാൻ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നോ, അപ്പോൾ അവൾക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. സ്ഥലങ്ങളൊക്കെ ഇവന് കുറച്ചറിയാം. എൻ്റെ പോലെ അടിപൊളി. ഷബ്നം കളക്ഷൻ ഫുൾ പാർട്ടി വെയർ ആണ്. നമ്മൾ ഹൈദരാബാദിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഹൈദരാബാദിൽ ചാർമിനാറിൻ്റെ അടുത്ത്. അത് ഇതിലും ഹാർഡ് കോർ ആയിരുന്നു ആ സ്ഥലം. ഹാർഡ് കോർ എന്ന് വെച്ചാൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഒരു സ്ട്രീറ്റ് ഫുള്ള് നമ്മൾ നടന്ന് CST പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷോപ്പിങ്ങിൻ്റെ സ്ട്രീറ്റ് നമ്മൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഓഫ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇത് പിന്നെയും കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ്, അടിപൊളി പള്ളിയൊക്കെ ഉണ്ട്. അതിലേക്കൂടെ ഒന്ന് നടന്ന് ഞാൻ ഫുള്ള് കാണിച്ചു തന്നിട്ട് നമുക്ക് തിരിച്ച് CST പോകാം. CSTയുടെ അതൊക്കെ ഒന്ന് കാണാം. ചീപ്പല്ലേ നമുക്ക്. നമ്മുടെ സ്വെറ്ററിൻ്റെ കണക്കൊക്കെ സ്വെറ്റർ ഇട്ടേക്കാണോ? ഇതാ നീ സ്വെറ്റർ ഇട്ടേക്കാണോ? സ്വെറ്റർ ഇട്ടേക്കാണോ? ആണോ? എന്തായാലും നമ്മുടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മുംബൈ CSTയിലാണ്. നമുക്ക് ട്രെയിൻ കയറി പോകാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്.